സന്തോഷകരമായി തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഒത്തുകൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ കടന്നവർ സുന്നത്ത് നിസ്കരിക്കാൻ. രണ്ടുപേരും നിസ്കരിച്ചു. രാത്രി നിസ്കാരം കഴിഞ്ഞ് ഭർത്താവിനോട് ഈ പെൺകുട്ടി പറഞ്ഞു, ഭർത്താവേ നിങ്ങളൊന്ന് ദ്വാരക്കണം. നമ്മളൊരു പുതിയൊരു ജീവിതത്തിന്റെ ഒരു വഴിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് ആദ്യമായി വേണ്ടുന്ന അള്ളാന്റെ പൊരുത്താണ്. അതുകൊണ്ട് ആ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കണം. എന്നാൽ നമ്മുടെ ജീവിതം, നമ്മൾ മരിക്കുന്നത് വരെ, നമ്മുടെ ആത്മാവ് പിരിയുന്നത് വരെ നമ്മുടെ ജീവിതത്തിന് ഒരു കുഴപ്പമോ ഒരു സങ്കടങ്ങളോ ഒന്നും ഉണ്ടാവൂല. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥപരമായി അള്ളാഹിനോടൊന്ന് ദ്വാരക്കാം. തന്റെ ഭർത്താവ് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്തു. എന്താ ദുആ എന്നറിയോ? വളരെയേറെ അർത്ഥവത്തായ ഒരു ദുആയാണ്. അള്ളാഹുവേ, നീ എനിക്ക് തന്നുപോയ എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ രഹസ്യങ്ങളും എന്റെ നന്മയിലും എന്റെ ജീവിതത്തിന്റെ മേഖലകളിലൊക്കെ എനിക്ക് താങ്ങും തണലുമാകാനുള്ള എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാ നീ ഇവക്കൊരാപത്തും വരുത്തല്ലേ അല്ലാ. ഭർത്താവ് ദുആ ചെയ്തു. ഇന്നിപ്പോ കല്യാണത്തിന്റെ അന്നായാലും എന്നായാലും ഇന്നിപ്പോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ദുആയൊന്നുമില്ല. ആ കാലമൊക്കെ മാറി. ഒന്നാമത്തെ ദുആയാണ്, അല്ലാ അവക്കൊരു രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ. പടച്ചവനെ, എന്റെ രഹസ്യങ്ങളും എന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങളും എന്റെ എല്ലാ നന്മകളും അറിയുന്നത് എന്റെ പെണ്ണാണ് റബ്ബേ. അതുകൊണ്ട് അല്ലാ അവളെ നീ തളർത്തി കിടത്തല്ലേ റബ്ബേ. ഒന്നാമത്തെ ദുആ ഭർത്താവ് ചെയ്തു. അതുകൊണ്ട് അവരെ തളർത്തിക്കിടത്താൻ പാടില്ല, അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല, അവരെ ദുഃഖപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ലതുപോലെ നല്ല മനസ്സോടെ കടന്നു പോകണം. അപ്പോ രണ്ടുപേരും ദുആ ചെയ്യാൻ, ഒരാള് ദുആ ചെയ്തു, മറ്റാൾ ആമീൻ പറഞ്ഞു. നല്ല നീയത്തോട് കൂടിയിട്ട് ദുആ ചെയ്തു. ദുആ ചെയ്തിട്ട് അവസാനം രണ്ടാമത്തെ ദുആ ഏതെന്നറിയോ? അല്ലാ അവളെനിക്ക് കൊണ്ടുതരുന്ന ഭക്ഷണത്തില് ബറക്കത്ത് തരണേ അല്ലാ. അവളെനി എത്ര മോശമായിട്ട് പാചകം ചെയ്താലും അതെന്റെ നാക്കിന് രുചി തരണേ അല്ലാ. അല്ലാഹുവേ, അവളെ നീ തളർത്തരുത്. തളർത്തിക്കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ്. അതുകൊണ്ട് റബ്ബേ, നീ എനിക്ക് അവൾ എന്തുണ്ടാക്കി തന്നാലും എന്റെ നാവിൽ നീ എനിക്കത് രുചിയായിട്ട് തോന്നിപ്പിക്കണം. എനിക്കത് അവളോട് സ്നേഹം വരാൻ കാരണമാണ്, എനിക്കത് അവളോട് സന്തോഷം വരാൻ കാരണമാ. ഇന്നിപ്പോ കാലഘട്ടം മാറി. ജ്യൂസ് തന്നാലും ആഹാരം തന്നാലും കുടിക്കാൻ പേടിക്കണ കാലഘട്ടമാണ്. കാലഘട്ടമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഏതായാലും നമ്മൾ സന്തോഷത്തോടെ ദുആ ചെയ്തു. അവർ ആ ദുആ കഴിഞ്ഞ് രണ്ടുപേരും അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട അഴകിന്റെ കുസുമമായ പൊന്നുമോള് ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആ കൈയൊന്ന് തരുമോ? ആ കൈയൊന്ന് കൊടുത്തപ്പോൾ ആ കൈയങ്ങ് കൂട്ടിയങ്ങ് പിടിച്ചു. ഭർത്താവ് ഭാര്യയുടെ കൈയൊന്ന് കൂട്ടി പിടിച്ച ഇന്നർ റജുല അല്ലാഹുവേ തസാഖതു ബിദുനൂബിഹിമാ ബിഖിലലി അസ്വാബിഹിമാ. എന്തിനാ അതിനൊരു നാണക്കേട്? ഭർത്താവ് ഭാര്യയുടെ കൈയൊന്ന് ചേർത്ത് പിടിച്ചു. ഒരു സഹായം കൊടുത്താൽ അവിടുന്ന് പറഞ്ഞു പോയ വാക്കെന്തെന്നറിയോ? തസാഖതു ബിദുനൂബിഹിമാ ബിഖിലലി അസ്വാബിഹിമാ. അവരിങ്ങനെ വിരലിങ്ങനെ കോർത്തു പിടിക്കുമ്പോ ആ വിരലുകളുടെ ഇടകളിലൂടെ അവരുടെ പാപങ്ങളൊക്കെ ചോർന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടല്ലേ ഖദീജ ബീബി കിടക്കുമ്പോ റസൂലുള്ളാഹി അരികത്തിരുന്നിട്ട് വിളിച്ചത്, ഖദീജ വല്ലാത്ത സങ്കടമുണ്ടോ ഖദീജ? പാപപ്പെട്ട മുഹമ്മദിനോടൊപ്പം കടന്നു വന്നപ്പോ വേദന സഹിച്ചോ ഖദീജ?
വിരലി ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദീജ എന്തെങ്കിലും സങ്കടമുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടോ ഖദീജ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ ലോകത്തിന്റെ മുത്തിനോട് മുത്തവിടന്ന് സംസാരിച്ചെങ്കിൽ ഈ പാവപ്പെട്ട പെൺകുട്ടി ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? അല്ലാഹുവേ, ഒന്നാമത്തെ കാര്യം അത്ഭുതമാണ്. ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ആരാ? വിവാഹം കഴിഞ്ഞു, ശരിയാണ്, വിവാഹം കഴിഞ്ഞെന്നാലും ചോദിക്കാണ്, ഞാൻ നിങ്ങളുടെ ആരാ? സൗജത്തി, എന്റെ പെണ്ണാണ്, എന്റെ ഭാര്യയാണ് നീ. അപ്പൊ പെണ്ണ് വിട്ടില്ല, ചോദിച്ചു, എന്ത് തെളിവുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഞാൻ നിനക്ക് മഹർ തന്ന് നിശ്ചയിച്ചതാണ്. മഹർ തന്നിട്ട് എന്റെ ജീവിതത്തിലേക്കു ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, നാലാൾ അറിഞ്ഞിട്ടാണ് നിന്നെ, അല്ലാഹുവേ, നാലാൾ അറിഞ്ഞിട്ടാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നത്. ഒന്നുമില്ലെങ്കിലും വഴിയോരത്ത് കിടന്നിട്ട് ജോലി ചെയ്തിട്ട് കഷ്ടപ്പെട്ടാ നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. ഉടൻ തന്നെ പറഞ്ഞു, അത്രയേ ഉള്ളോ, ഇനി എന്ത് തെളിവാ നിനക്ക് വേണ്ടുന്നത്? പെണ്ണു പറഞ്ഞു, വല്ലാ, എനിക്കതൊരു തെളിവേ അല്ല. ചില ഉമ്മമാർ വഴക്കൂടെ പറയും, എന്റെ വാപ്പ 50 പവൻ തന്നിട്ടാ കെട്ടിച്ച്, 4 ആൾ അറിഞ്ഞിട്ടാ കെട്ടിച്ച്, 4 ആൾ അറിഞ്ഞിട്ടാണ് എന്നെ കെട്ടിച്ചത്. നിങ്ങൾ എന്റെ സ്വർണം വിറ്റ് നശിപ്പിച്ചു, ആനയാണ്, ചേനയാണ്, എല്ലാം പറയും. എന്നാൽ അവിടെ നിന്ന് പറഞ്ഞു പോയൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ നിക്കാഹ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട്? ഞാൻ 4 ആളെ കാണിച്ചിട്ടാണ് വിവാഹം നടത്തിയത്. വല്ലാഹില, എനിക്കുറപ്പായില്ല. അപ്പോഴും പിന്നെയും ചോദിച്ചു, എങ്ങനെയാ? പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, അല്ലാ, എന്റെ റബ്ബിനെ മുന്നിൽ നിർത്തിയിട്ടാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. അപ്പൊ പെണ്ണ് പറഞ്ഞു, വലക്കൽ ഹംദു യാ അല്ലാ, വലക ശുക്റു യാ അല്ലാ. ഇപ്പൊ എനിക്ക് വിശ്വാസായി, നിങ്ങൾ അള്ളാനെ മുന്നിൽ നിർത്തിയിട്ടാണ് എന്നെ നിങ്ങൾ കെട്ടിയെങ്കില്, വിവാഹം കഴിച്ചെങ്കില്, ഇപ്പൊ എനിക്ക് വിശ്വാസായി. 4 ആളെ കാണിച്ചിട്ട് അതിപ്പോ ആരെക്കൊണ്ടും പറ്റണല്ലേ? അവിടെ അല്ലേ 4 ആളെ കാണിക്കുന്നതിനല്ല, പിന്നെ മറിച്ച് നിങ്ങള് അവിടെ സന്തോഷത്തോടുകൂടി ഒരു മാല എനിക്ക് മഹറായി തന്നു. ആ മാല എന്റെ കഴുത്തിൽ ഇടുന്നതല്ല നിക്കാഹ്. ചില ആളുകൾ പറയും, ഈ താലി കഴുത്തിൽ ഇട്ടുകൊടുത്ത കല്യാണമായി. അത് നമ്മുടെ തോന്നല. മഹർ യഥാർത്ഥപരമായി കൊടുക്കുമ്പോ അതിനിപ്പോ താലി കെട്ടിക്കൊടുക്കണമെന്നൊന്നുമില്ല. ചില ആളുകൾ പറയും, പുതിയാപ്പിളോട് പുതിയാപ്പിള തന്നെ കെട്ടിക്കൊടുക്കാൻ ഭാര്യക്ക്, ആർക്ക്? പുതിയ താലി. ആ താലി നിങ്ങളുടെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ പെണ്ണിന്റെ കഴുത്തിൽ കെട്ടാൻ പറയണം. ഉമ്മ കൊണ്ട് കെട്ടുമ്പോ ഉമ്മാന്റെ മനസ്സൊന്ന് പിടയും, റബ്ബേ, എന്റെ മകന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന പെണ്ണാ, നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. അവിടെ നിന്ന് അങ്ങോട്ട് നന്മ ആരംഭിച്ച പിന്നെ അടിയില്ല, വഴക്കില്ല, കുശുമ്പില്ല, ഒന്നുമില്ല. എന്റെ മകന്റെ ജീവിതത്തിൽ വരാൻ പോണ പെണ്ണാണ്. അതുകൊണ്ട് നോക്കണം, ഒന്നാമത്തെ കാര്യം അതാണ്, നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത് എങ്ങനെന്നാ. രണ്ടാമത്തെ കാര്യമോ, അവിടെ നിന്ന് പറഞ്ഞു പോയൊരു മറുപടിയുണ്ട്. രണ്ടാമത്തെ കാര്യം ഏതെന്നറിയുമോ? അല്ലാഹുവേ, ആ കരങ്ങൾ ഇങ്ങനെ കവർന്ന് പിടിച്ചിട്ട് പറയാ, ഞാനൊന്ന് തളർന്നു പോയാൽ ഞാൻ ഒരു മനുഷ്യത്തിയാണ്. എത്രയോ ആളുകൾ ദുനിയാവിന്റെ പുറത്ത് കല്യാണം കഴിഞ്ഞ് അന്ന് തളർന്ന് വീണു പോയവരുണ്ട്, അന്ന് രോഗിയായവരുണ്ട്, അന്ന് സങ്കടത്തിൽ പെട്ടുപോയവരുണ്ട്. ഈ പാവപ്പെട്ടവൾക്ക് അല്ലാഹു അങ്ങനത്തെ ഒരു രോഗം തന്നാ നിങ്ങൾ എന്നെ ശപിക്കല്ലേ, വേണമെങ്കിൽ നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കൊണ്ട് കളയണേ, എനിക്ക് നിങ്ങൾ വാക്ക് തരാമോ? നിങ്ങൾ എന്നെ ശപിക്കൂലെന്നൊരു വാക്ക് തരാമോ? കാരണം ഭർത്താവിന്റെ ശാപത്തിന് അത് വല്ലാത്തൊരു ദുഃഖമാണ്. നിങ്ങൾ എനിക്ക് വാക്ക് തരണം, എന്നെ ശപിക്കൂല എന്നുള്ള വാക്ക് തരണം. ഞാൻ കടന്നു പോയാൽ എന്തിനിങ്ങനെയുള്ള ഒന്നിനെ കെട്ടി, എന്നെ കെട്ടിയതുകൊണ്ട് ഇപ്പൊ എന്റെ എല്ലാം പോയല്ല. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ എന്നെ ശപിക്കൂലെന്ന് എനിക്ക് വാക്ക് തരാമോ? അള്ളാനെ മുൻനിർത്തി തരാമോ? കൈ കാണിച്ചു കൊടുത്തു, ഈ കൈ തൊട്ടിട്ട് പറയണം.
ഈ കയ്യിൽ തൊട്ടിട്ട് നിങ്ങൾ പറയണം എന്ത് ഇതിനുള്ള മറുപടി എനിക്ക് നിങ്ങൾ തരണം. കാരണം എന്താ? നിങ്ങൾ അള്ളാനെ മുന്നിൽ നിർത്തി എന്നോട് പറഞ്ഞാൽ എനിക്കതിനേക്കാൾ സന്തോഷമൊന്നുമില്ല. നിങ്ങൾ റബ്ബിനെ മുന്നിൽ നിർത്തി പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? എന്നാ ഞാൻ ഓക്കെയാണ്. നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവിടെ നിന്ന് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് നീ എന്ന് തളർന്നു പോയാൽ ഞാൻ നിന്നെ മറക്കൂല മോളെ. അപ്പൊ ഭർത്താവ് ചോദിച്ചു, എന്നാ ഞാനാണ് തളർന്നു കിടക്കുന്നതെങ്കിലോ നീ എന്നെ കളഞ്ഞിട്ട് പോകോ പെണ്ണെ? അവിടെ നിന്ന് പറഞ്ഞു, വല്ലാ ഇതുവരെ ഈ സെക്കൻഡ് വരെ ഞാൻ അവിടെ നിന്ന് റബ്ബിനെ മുന്നിൽ നിർത്തിയാണ് ഈ സെക്കൻഡ് വരെ മുന്നോട്ട് പോയത്. അതിനൊരു മാറ്റവും ഇല്ല. റബ്ബിനെ മുന്നിൽ നിർത്തിയിട്ടാ പോയത്. ഇനി എനിക്കൊരു മാറ്റമില്ല, ഉറപ്പില്ല. അഴകിൽ വിരിഞ്ഞുള്ള താരമാപ്പോമോളെ കനവിൽ വിരിഞ്ഞോരു സ്നേഹമാ പൊന്നാരെ നിന്നെ മറക്കില്ല അഴകിൻ്റെ കുസുമമേ എന്നെ മറക്കാതെ ചേർത്തങ്ങ് നിൽക്കേണേ. നിന്നെ ഞാൻ മറക്കൂല, കാരണം ഞാൻ പാവപ്പെട്ടവനാ. എന്നിട്ട് പോലും എന്നെ ജീവിതത്തിലേക്ക് വിളിച്ച് നിന്നെ മറക്കാനോ? നീ എന്താ പറയണേ? സുബ്ഹാനല്ലാഹ്, നീ എന്താ പറയുന്ന? മറക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ മറക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യമോ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമത്തെ കാര്യം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. ഏതെന്നറിയുമോ പ്രിയമുള്ള സഹോദരങ്ങളെ? നിങ്ങൾ ഞാൻ എന്തുകൊണ്ട് തന്നാലും നിങ്ങൾ എന്നോട് വഴക്ക് പറയരുത്, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കുറവാണെന്ന് എന്നോട് പറഞ്ഞേക്കണേ. അതല്ലാതെ 10 പേരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ നിങ്ങൾ കളിയാക്കല്ലേ. 10 ആളിന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ കളിയാക്കരുത്. എന്നെ ഒറ്റയ്ക്ക് നിങ്ങൾ എന്തും പറഞ്ഞു ഞാനത് കേൾക്കും. അമ്മമാർക്ക് സഹോദരിമാർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ള കാര്യമാണ് 10 ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് എന്തെങ്കിലും പറയാൻ. ഒരു മനുഷ്യന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും വരുത്താൻ പാടില്ല. ഒരാളുടെ അന്തസ്സിന് കോട്ടം വരുത്തരുത്. നിന്റെ ഭാര്യയാണെങ്കിൽ പോലും, നിന്റെ ഭാര്യയാണെങ്കിൽ പോലും ഒരാളുടെ മുമ്പിൽ വെച്ച് അവരെ മോശമാക്കി നീ കാണിക്കരുത്. അവളിങ്ങനാണ്, ആള് ശരിയല്ല, പറഞ്ഞാ കേൾക്കൂല. മാപ്പെന്ന വാക്കു കൊടുത്തു എന്നാൽ പിന്നെ റഹ്മത്തു തന്നെ നിനക്ക് ചൊരിയും പൊന്നേ. അവക്കുള്ള കണ്ണീരൊന്നു ഭൂമിൽ വീണ ഉരുകുന്നതാണേ നിന്റെ ജന്മം തന്നെ. ആരുടെ കഥ? വെളിയിലത്തെ കഥയല്ല. ഭാര്യന്റെ കണ്ണീർ. ചില ആളുകൾ പറയും പെണ്ണിന്റെ കണ്ണീരിന് വിലയുണ്ടെന്ന്. ശരിയാണ്, അത് 2 പെണ്ണിന്റെ കണ്ണീരിനാണ്. ഒന്ന് ഉമ്മാന്റെ കണ്ണീരിനും ഒന്ന് ഭാര്യയുടെ കണ്ണീരിനും. അവ്വലുഹാ, എന്റെ വാക്കല്ല, മഹാരഥന്മാരുടെ വാക്ക്. അവ്വലുഹാ അൽ ഉമ്മ വത്താനി അസ്സൗജ്. ഒന്ന് ഉമ്മയുടെ കണ്ണീരിന് വിലയാ, ഉമ്മാന്റെ കണ്ണീര് തീർന്ന കാര്യം. രണ്ടും കൂടെ പെണ്ണ്. അവള് കരഞ്ഞിട്ട് ദുആ ചെയ്തു, റബ്ബേ ഇവൻ എന്നെ വല്ലാതെ കുറ്റപ്പെടുത്തിയവനാ, ഇവനെ വെറുതെ വിടല്ലേ റബ്ബേ. ഇതിന്റെ ബലം അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കാതെ മരിക്കൂല. എന്റെ വാക്കല്ല, ഒരുപാട് ചരിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ട്. ദുനിയാവ് അങ്ങനാണ്. ജീവിതത്തിൽ നമ്മൾ മാപ്പ് കൊടുക്കാൻ ഇല്ലേ? ഭാര്യ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ മതി. അതേപോലെ വീണ്ടും നമ്മൾ അടിയുണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം കഴിവിന്റെ പരമാവധി ക്ഷമിക്കാൻ പറ്റും അത്രത്തോളം ക്ഷമിക്കണം. അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്, അവിടെയാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വല്ലതും ഉണ്ടാക്കി തന്നാൽ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്.
വേറെ എന്ത് ഞാൻ സഹിക്കും. ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. 3 കാര്യമായി. നാലാമത്തെ കാര്യം ആ പെണ്ണ് പറഞ്ഞെന്തെന്നറിയോ? മണൽ നിധിയെ ഞാനെന്നും പ്രിയ തോഴിയായെന്നും പൗർണമി പോലെങ്കുന്ന ജീവിത വീതി എന്നും ഒരുപോലെ നന്നായി പോയിടാനേ ആരെല്ലാം ഏകയായി എന്നെ താനീച്ചാക്കി പോയാലും എൻ കൂടെ ഉണ്ടാകില്ലേ എന്നെ ചേർത്തു പീഡിച്ചാശ്വാസത്തിലും മീതേ. ആ പെണ്ണ് പറയുന്ന 3-ാമത്തെ കാര്യം കഴിഞ്ഞു. 4-ാമത്തെ കാര്യം ഏതാണ്? 4-ാമത്തെ കാര്യം ചിന്തിക്കാനുള്ളതാണ്. അല്ലാഹുവേ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, നിങ്ങളുടെ സഹോദരിമാരുണ്ട്. ഒരു പക്ഷേ എന്റെ കുറ്റങ്ങളും കുറവുകളെല്ലാം അവർ നിങ്ങളോട് പറഞ്ഞേക്കാം. എന്നാലും എനിക്കൊരാഗ്രഹമുണ്ടേ, നിങ്ങൾ അവരെ വെറുപ്പിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ പുച്ഛിക്കരുത്, നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ വെറുത്തു പോകരുത്. വേണമെങ്കിൽ അവരോട് നല്ലത് പറഞ്ഞു മനസ്സിലാക്കുക. എന്നാലും അവരൊക്കെ എന്നെ ഒറ്റപ്പെടുത്താൻ വന്നാൽ നിങ്ങൾ എന്നൊന്ന് ചേർത്ത് പിടിക്കോ. കാരണം വേറെ ആരും എനിക്കില്ലല്ലോ. ഞാൻ നിങ്ങളെ കണ്ട് വന്നതാണ്, നിങ്ങളുടെ സന്തോഷത്തിൽ വന്നതാണ്, നിങ്ങളുടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? ആരെന്തെല്ലാം കുറ്റപ്പെടുത്തിയാലും, ആരാക്ഷേപിച്ചാലും, ആരൊക്കെ എന്തെല്ലാം വഴികളിലൂടെ കടന്നു പോയാലും നിങ്ങൾക്ക് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ? അവര് പറയുന്നവര് പലരും പറയും. എന്നാ എനിക്ക് അവര് പറയുന്ന ഒന്നും എനിക്ക് ബേജാറില്ല. പക്ഷേ അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ പറഞ്ഞു പോയാൽ അതാണ് എനിക്കെന്റെ ഏറ്റവും വലിയ ബേജാറ്, അതാണ് എനിക്കെന്റെ ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് നിങ്ങൾ എന്നെ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഒന്നും പറയല്ലേ, എന്നെ കളിയാക്കല്ലേ. നിങ്ങൾക്കൊറ്റക്ക് വേണോ, നിങ്ങൾ നമ്മുടെ റൂമിൽ വന്ന് എന്നെ എന്ത് വേണോ ചെയ്തോ. തിരിച്ചെനിക്കൊരു പരിഹാരം മറുപടിയായി നിങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നൂല. പക്ഷേ നിങ്ങളുടെ ഉമ്മ പറയുമ്പോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവര് പറയുമ്പോ അവരോടൊപ്പം ചേർന്ന് നിന്നിട്ട് നിങ്ങൾ എന്നെ തള്ളി അങ്ങ് കളഞ്ഞേക്കല്ലേ. അതാണ് എനിക്കെന്റെ ഏറ്റവും വലിയ ബേജാറ്. ആരെന്തു പറഞ്ഞാലും എനിക്ക് തണൽ നിങ്ങളാണ്. ആ നിങ്ങളൂടെ എന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ റബ്ബേ എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്യരുത്. നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റോ? ഉടൻ തന്നെ അദ്ദേഹം ഫബക്കാ, കരഞ്ഞിട്ടു പറഞ്ഞു, മോളെ ഞാൻ ആരെ കൊണ്ടും നിന്നെ ഒന്നും പറയിപ്പിക്കില്ല. നീ സങ്കടപ്പെടുന്നത് നിന്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെടുമോ? നീ കരയുന്നത് നിന്റെ ബാപ്പാക്ക് ഇഷ്ടപ്പെടുമോ? അവർ കണ്ടാൽ അവരെന്റെ കൂടെ കരയുന്നവരാണ്. എന്നാൽ അതുപോലെ നിന്റെ മനസ്സ് നൊന്താൽ അത് ഞാൻ അറിയും മോളെ. ഞാൻ നിന്നോടൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോ മുങ്ങ് ചേർത്തങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാ, എനിക്ക് നീ തന്നുപോയ സൗഭാഗ്യമാണ് റബ്ബേ, എന്റെ ജീവിതത്തിന്റെ കനിയാണ്, എന്റെ സന്തോഷത്തിന്റെ വസന്തമാണ്. ചേർത്തങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, റബ്ബേ, ഇതെന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ കനിയ, എന്റെ ജീവിതത്തിന്റെ വസന്തമാ റബ്ബേ, നീ തട്ടല്ലേ. അവർ കാഫിയത്ത് കൊടുക്കണേ അല്ലാ. അങ്ങനെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോയി. അല്ലാഹു അവർക്ക് എത്ര മക്കളെ കൊടുത്തെന്നറിയോ? 11 മക്കളെ അല്ലാഹു കൊടുത്തു. ഒന്നല്ല,
രണ്ടല്ല 11 മക്കളെ അല്ലാഹു തആല കൊടുത്തു ബറക്കത്തായി. ഈ 11 മക്കളെ പ്രസവിക്കുന്നതിന്റെ ഇടയിൽ ഇന്ന് വരെ ഒരു വഴക്കു പോലും തന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞിട്ടില്ല. ചരിത്രങ്ങളിൽ കാണാം, ആദ്യം മരിക്കുന്നത് പെണ്ണാണ്. ആ പെണ്ണിന്റെ അരികത്ത് പോയിരുന്നിട്ട് കരഞ്ഞിട്ട് പറയാ, അല്ലാഹുവേ നീ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്റെ പ്രിയപ്പെട്ടവൾ. അവളെ ഇന്ന് വരെ ഞാൻ വഴക്കു പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ ചീത്ത വിളിച്ചിട്ടില്ല, ഇന്ന് വരെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഇന്ന് വരെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവളെ ഞാൻ നിന്റെ റഹ്മത്തിലേക്ക് യാത്രയാക്കാൻ അല്ലാഹ് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ റബ്ബേ, നീ മാപ്പ് കൊടുക്കണേ റബ്ബേ. എനിക്ക് അവളോട് എനിക്ക് ഒരു വെറുപ്പില്ല. അവൾ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാ, എന്റെ ജീവിതത്തിൽ വന്ന വെളിച്ചമാണ്, എന്റെ സന്തോഷമാണ്, എന്റെ സുഖലോലുപതയാണ്, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്നോടൊപ്പം കടന്നു പോയവളാണ്. അതുകൊണ്ട് അല്ലാ, അവളെ ഖബർ എടുക്കല്ലേ റബ്ബേ. അങ്ങനെ തന്റെ ഭാര്യയുടെ മയ്യത്ത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് ഖബറിന്റെ അരികത്ത് കൊണ്ടുവച്ച് ഇറക്കി വെച്ചിട്ട് പറയാ, ഇന്ന് വരെ പിരിഞ്ഞിട്ടേ ഇല്ല. എവിടെ പോയാലും നമ്മൾ ഒരുമിച്ചല്ലാതെ പോയിട്ടില്ല, എവിടെ വന്നാലും ഒരുമിച്ചല്ലാതെ വന്നിട്ടില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ. ഇന്നീ രാത്രിയില എന്റെ കട്ടിലിൽ ഞാൻ തനിച്ചാണ് റബ്ബേ. അല്ലാഹുവേ, ഇന്നവള് ഖബറിലാണ്, ഇന്നവള് ഖബറിലാണ്. ഞാൻ ഇന്നെന്റെ റൂമിന്റെ ഉള്ളിൽ തനിച്ച, എനിക്കവിടെ കിടന്നാൽ ഉറക്കം വരൂല്ല. ഒന്ന് ചുമച്ചാൽ, ഒന്ന് സങ്കടപ്പെട്ടാൽ ആദ്യം എഴുന്നേക്കുന്ന എന്റെ പ്രിയപ്പെട്ടവൾ. ഇന്നു മുതൽ ഞാൻ എത്ര സങ്കടപ്പെട്ടാലും, എത്ര കരഞ്ഞാലും, എത്ര വേദനപ്പെട്ടാലും, എത്ര വിഷമിച്ചാലും, അല്ലാഹുവേ എന്ന് ചോദിക്കാൻ ഒരാളില്ല. എന്റെ പ്രിയപ്പെട്ടവള് പോയല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ എന്ന് പറഞ്ഞ് പിടുമണ്ണ് വാരിയിട്ട് പോയെങ്കിൽ ജീവിതത്തിൽ വഴക്കുണ്ടായിട്ടില്ല, ജീവിതത്തിൽ അടിയുണ്ടായിട്ടില്ല, ജീവിതത്തിൽ പിണങ്ങിക്കഴിഞ്ഞിട്ടില്ല. അത്ഭുതകരമായ ജീവിതം നടത്തിയവരാണ്. അതുകൊണ്ട് അല്ലാഹുവേ, അവരുടെ ജീവിതത്തിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളോട് ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരാരെയും നീ തട്ടല്ലേ അല്ലാ. മാരകമായ രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ, വേദനകൾ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഖൈറായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ, സന്തോഷം നിറയ്ക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലായി കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളാരെയും പാഴാക്കല്ല അല്ലാ, കണ്ണീരിലാക്കല്ല റബ്ബേ. കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെ നീ വീട്ടി കൊടുക്കാനുള്ള ഹലാലായ വഴികൾ നീ തുറക്കണേ അല്ലാ, നീ തുറന്നു കൊടുക്കണേ അല്ലാ. കൂടിയ പ്രിയപ്പെട്ട ഉപ്പമാര്, ഉമ്മമാര്, ചെറുപ്പക്കാര്, അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ നാവ് കൊണ്ട് ഫിത്ന പറയുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് ഫിത്ന ഉണ്ടാക്കുന്ന കോലത്തിലുള്ള
ഒന്നും നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചോനെ ഞങ്ങളെയൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെയൊക്കെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഈമാനിന്റെ വെളിച്ചം നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.